ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖാണ് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, അതായത് എല്ലാവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ. സ്വന്തമായിട്ട് വീട് എടുക്കണം, സ്വന്തമായിട്ട് വീട് എടുക്കണം. എവിടെ കേട്ടാലും എവിടെ നിന്നാലും കേൾക്കുന്ന സംഭവമാണ് സ്വന്തമായിട്ട് വീട് എടുക്കണം. എന്ത് ചെയ്യും എന്നങ്ങനെ ആലോചിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അപ്പോൾ കുറേ ആൾക്കാർ പറയും എഞ്ചിനീയറെ കാണും, ഓല് വരച്ചു തരും, അങ്ങനെ കൊണ്ടെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഒരു പ്രശ്നം വരുന്നുണ്ട് അവിടെ. അതായത് എന്താ ഞാൻ പറഞ്ഞുതരാം. ഫുള്ള് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഫുള്ള് കാണാം. അപ്പോൾ കഥ പറഞ്ഞുതരാം. എങ്ങനെ പോകേണ്ടി നമ്മളിപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഒരു വീട് എടുക്കണം, സ്ഥലം മേടിച്ചിരിക്കണേ. ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ തന്നെ നോക്കുക എങ്ങനെ ആയിരിക്കണം, മുന്നിൽ എങ്ങനെ ആയിരിക്കണം, സിറ്റൗട്ട് എങ്ങനെ ആയിരിക്കണം, കിച്ചൺ എങ്ങനെ ആയിരിക്കണം, അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം. പിന്നെ ഈ എഞ്ചിനീയർ നമ്മൾ അവിടെ സ്ഥലം കാണുന്നു, ഓല് പ്ലാൻ വരയ്ക്കുന്നു, ഇത് മതി എന്ന് ഒരിക്കലും പറയരുത്. കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ പോലും പ്ലാൻ ചെയ്യാത്ത സംഭവമാണ് അവിടെ ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. നമ്മൾ എങ്ങനെ ആയിരിക്കണം, സിറ്റൗട്ട് ഇങ്ങനെ ആയിരിക്കണം, ഡൈനിങ് ഇങ്ങനെ ആയിരിക്കണം, കിച്ചൺ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ തന്നെ ചോദിച്ച് പറയണം. എന്നാലും എഞ്ചിനീയർ എല്ലാം കേട്ട് കാർ പോർച്ച് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ, ഇങ്ങനത്തെ വേണോ അല്ല ഇങ്ങനെ വേണോ എന്നൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കാം. എന്നാലും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആ ലൈഫിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത സാധനം നമ്മളെ കയ്യിൽ വരുള്ളൂ. മനസ്സിലായേ? അപ്പോൾ ആ ലൈഫിൽ നമ്മളെ ആഗ്രഹിച്ച, നമ്മൾ പൈസ എടുത്തുകൊണ്ടല്ല നമ്മൾ ഈ വീടും കാര്യങ്ങളൊക്കെ എടുക്കണേ. അപ്പം നമ്മൾ മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, വീട് ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മളൊന്നും പ്ലാൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ പിന്നെ വീണ്ടും അത് പൊളിച്ചിട്ട് വീണ്ടും വേറെ പണി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. മനസ്സിലായേ? പിന്നെ ലോൺ എടുത്താണ് പ്രശ്നം ഉണ്ടാകുന്നവർ കുറേ ആൾക്കാരുണ്ട്. ഒന്നും അറിയാത്ത പോലെ. മനസ്സിലായി? അത് പെട്ടു പോകാതെക്കാനാണ് നിങ്ങളോട് പറയുന്നത്. എന്തുണ്ടെങ്കിലും ഒന്ന് മനസ്സിൽ വെക്കുക. നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് പെര വേണോ, 1000 900 സ്ക്വയർ ഫീറ്റ് പെര വേണോ, 3 ബെഡ്റൂം ആണോ എന്ന് ചോദിച്ച്, ഈ സ്ഥലത്ത് നമുക്ക് 3 ബെഡ്റൂം കിട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാലാണ് എഞ്ചിനീയർ അതിന് വേണ്ടി ഒരു സെറ്റപ്പ് ആക്കി തരും. ബാത്റൂം ആണോ, റൂമിൽ നിന്ന് ബാത്റൂം ആണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചാൽ എന്നാലാണ് നമ്മളൊക്കെ ആഗ്രഹിച്ച സാധനം നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ധൈര്യം ഉണ്ടാവും. പിന്നെ അതിൽ നമ്മൾ ആഗ്രഹിച്ച സാധനം വാർപ്പ് വരെ എത്തിയാലും പിന്നീട് കുറച്ച് ടൈം പിടിച്ചാലും പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട്. അത് നമ്മൾ ആഗ്രഹിച്ച സംഭവമാണ്. അത് എത്ര വർഷം നിന്നാലും നമുക്ക് ഇഷ്ടമില്ല. അത് നമ്മൾ ആഗ്രഹിച്ച സാധനത്തിന് നമ്മൾ തന്നെ പണിയെടുത്തു, നമ്മൾ തന്നെ അത് നേടിയെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. പിന്നെ ഇത് പറയാൻ കാരണം നമ്മൾ ആഗ്രഹിച്ച സാധനമാണ്. അപ്പോൾ എത്ര വരച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ എഞ്ചിനീയറുടെ കയ്യിൽ കൊടുക്കില്ലേ, ഇനി ഇതാ 900 തോർത്തിട്ട് ഇതായിരിക്കും പേരാവുള്ളൂ. അപ്പോൾ ആ സ്ഥലം നോക്കിയിട്ട് വേറെ എന്തോ മോഡലിലേക്കാരോ. പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കിയേനി, ഇത് ഇപ്പോൾ മാണ്ടില്ലേനില്ല, നേരത്തെ പ്ലാൻ ചെയ്താൽ മതി, ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നും. അതാണ് നിങ്ങളോട് പറയണത്. നിങ്ങൾ എന്തുണ്ടെങ്കിലും മനസ്സിൽ വച്ച് വീട് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വീട് എങ്ങനെ ആയിരിക്കണം, കാർപോർച്ച് എങ്ങനെ ആയിരിക്കണം, സിറ്റൗട്ട് എങ്ങനെ ആയിരിക്കണം, ചെറുതാക്കണോ വലുതാക്കണോ, എന്തൊക്കെ ഏത് സൈഡിലൊക്കെ സെറ്റപ്പ് ആകണോ, അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താലാണ് നമുക്ക് എഞ്ചിനീയറിനോട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കഴിക്കാണ്ട് ആൾക്കാർ ചോദിച്ചിട്ട് 900 സ്ക്വയർ ഫീറ്റിന് പേരെടുക്കണം. അപ്പോൾ ഓല് പറയും എഞ്ചിനീയറെ കാണാൻ പോയിക്കോളാം, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന അറിയും. പിന്നെ ഓല് പ്ലാൻ ചെയ്ത് കണ്ട് നിങ്ങളെ കൈക്ക് വരും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. മനസ്സിലായോ? ഓൽക്ക് ഇഷ്ടപ്പെടും, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ
ആദ്യം കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് തീരെ താല്പര്യമില്ലാത്ത പോലെ ആവും. അപ്പം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയാവും, എഞ്ചിനീയറും ഹാപ്പിയാവും. അപ്പോൾ എഞ്ചിനീയർക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, ഓൻ എന്താണ് പറയുന്നതെന്ന് കറക്റ്റായിട്ട് എഞ്ചിനീയർക്കും അറിയാം. മനസ്സിലായേ? അപ്പോൾ എന്തുണ്ടെങ്കിലും ചോദിക്കുക. നമ്മൾ ആഗ്രഹിച്ച സാധനം എത്ര വർക്ക് നിന്നാലും നമുക്ക് പ്രശ്നമില്ല. വാർപ്പ് വരെ എത്തിയാലും പൈസ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പണി ചെയ്യാനൊന്നും കുഴപ്പമില്ല. മനസ്സിലായി? ആ ഒരു ധൈര്യം വരും. അല്ലാതെ നമ്മൾ ഓല് തന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി ഏൽപ്പിച്ചു ലോൺ എടുത്ത് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരും. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഓരോ സെറ്റപ്പ് ഇങ്ങനെ വെല്ല ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും, എഞ്ചിനീയറും ഹാപ്പി ആയിരിക്കും. ഓൻ്റെ ലൈഫല്ലേ, ആ ഒരു ചിന്ത എഞ്ചിനീയർക്ക് വരും. മനസ്സിലായി? അത് എപ്പോഴും മൈൻഡിൽ വേണം. എന്തുണ്ടെങ്കിലും പ്ലാൻ ചെയ്യണം. എങ്ങനെ വീടായിരിക്കണം എന്നുള്ള എല്ലാവരും പ്ലാൻ ചെയ്യണം. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരും. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഞാൻ ആ വീഡിയോ ഞാൻ വിടും, ഉറപ്പാണ്. ഓക്കെ? നിങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ സുഖമായിട്ട് കിടക്കാനുള്ള സെറ്റപ്പ് നമ്മൾ സ്വയമായിട്ട് ജോലി ചെയ്ത് നമ്മൾ വീടുണ്ടാക്കുന്നത് നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ച് അതുപോലെ വീടായിരിക്കണം എന്നുള്ളത് മനസ്സിൽ കൊണ്ടെടുക്കുമ്പോഴാണ് നമ്മൾ ഹാപ്പിയാവുക, എഞ്ചിനീയർ ഹാപ്പിയാവുക. ഓക്കെ, ബൈ.